ഞാനിപ്പം ഞങ്ങളുടെ പച്ചക്കറിത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള പച്ചക്കറികളുണ്ട്. തക്കാളി, കോവൽ, പാവൽ, പയർ, പിന്നെ ഓസൂർ ബീൻസ്, അതൊക്കെ അങ്ങോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനിന്ന് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഈ കോവൽച്ചെടിയിലും പാവലിലും ഒക്കെ അത് കാ വിരിഞ്ഞ് വീഴുമ്പോൾ ഈച്ച കുത്തിയിട്ട് അതെല്ലാം കേടായി പോകുന്നു. ഇതെവിടെയെല്ലാം അങ്ങനെ സംഭവിച്ചിരിക്കുന്ന. അപ്പോൾ ഇതിനുള്ള പ്രതിവിധി എന്തെന്ന് ഞാൻ ഏറെ ആലോചിച്ചു. അവസാനം എനിക്കൊരു ഐഡിയ തോന്നിയത് ഞാനിന്ന് പരീക്ഷിക്കാം. അപ്പം ഞാൻ ചെയ്തത് ഇതാണ്. ഒരു കുപ്പിക്കകത്ത് ശർക്കരപ്പാനി കലക്കിയേക്കുക. ശരിക്കും പാനിയല്ല, ഇതിനകത്ത് കുറേ വെള്ളവും കൂടി ചേർത്ത് ഡൈല്യൂട്ട് ചെയ്താണ്. എന്നിട്ട് ഈ കുപ്പിക്ക് 3-4 തുളകളിട്ടിട്ടുണ്ട്. ഇത് കെട്ടിത്തൂക്കുകയാണ് ചെയ്യുന്നത്. ഈ നെറ്റിൽ കെട്ടിത്തൂക്കുക. ഇത് എന്തിനെന്ന് വെച്ചാൽ വീട്ടിൽ ഒരു പ്രാവശ്യം അടുക്കളയിൽ ഇങ്ങനെ കുറേ കൂവീച്ചകളുടെ ശല്യം വന്നു. അപ്പം ഞാനിതുപോലെ തന്നെ ഞാൻ പരീക്ഷിക്കാനായിട്ട് വെച്ചു. അടുക്കളയിൽ ഇങ്ങനെ കുപ്പിക്കകത്ത് പാനി ഒഴിച്ച് വെച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ പാനി പൊളിച്ച് അതിൽ നിന്ന് മണം പുറത്തു വരാൻ തുടങ്ങി. അപ്പം ഈച്ചകളെല്ലാം കൂടി ഈ പാനിയുടെ മണം കൊണ്ട് ഇതിനകത്തേക്ക് കയറാൻ തുടങ്ങി. ചെറിയ തുളകളിട്ടിട്ടുണ്ടല്ലോ, ഇതിനകത്തൂടെ ഈച്ചകളെല്ലാം അകത്ത് കയറി. അങ്ങനെ ഈച്ചകളെ എനിക്ക് പിടിക്കാൻ പറ്റി. അടുക്കളയിലെ ഈച്ചയുടെ ശല്യവും മാറി. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരുപക്ഷെ ഈ തോട്ടത്തിലും ഇങ്ങനെ കുപ്പി കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഈച്ചകളെ പിടിക്കാം എന്നെനിക്ക് മനസ്സിലൊരു ഐഡിയ തോന്നിയതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഇന്ന് അതിന് തയ്യാറായി വന്നേക്കും. ഇവിടെയൊക്കെ 2-3 കുപ്പികളൊക്കെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത് ഇടുവാണ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ 3-4 ദിവസം കഴിയുമ്പം ഈച്ചകൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാനിതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ അത് ക്ലിയറായോ എന്ന് അറിയാം. അതനുസരിച്ച് എല്ലാവർക്കും ചെയ്യാവുന്നതുമാണ്. ഓക്കെ.